കൊറിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജിവു എന്ന പെൺകുട്ടി താമസിച്ചിരുന്നത്. വനത്തോട് ചേർന്നതായിരുന്നു ആ ഗ്രാമം. അവളുടെ വീട്ടിൽ അവളും അവളുടെ മുത്തശ്ശിയുമാണ് ഉണ്ടായിരുന്നത്. ജിവുവിന്റെ മുത്തശ്ശി എപ്പോഴും അവളെ മാന്ത്രിക കഥകളൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഭയപ്പെടുത്താറുണ്ട്. പക്ഷേ 16 വയസ്സുകാരിയായ ജിവുവിന് അതിലൊന്നും യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കുട്ടികളെ പേടിപ്പിക്കാനുള്ള ഓരോ കഥകൾ എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ കാര്യങ്ങൾ നോക്കി പോകും. കാലത്ത് എഴുന്നേറ്റ് ബസ് പിടിച്ച് സ്കൂളിൽ പോകുന്നതും പിന്നെ സ്കൂളിലെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതുമൊക്കെയായിരുന്നു അവളുടെ മുന്നിലുള്ള വെല്ലുവിളികൾ. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു. സ്പോർട്സ് ഡേ കഴിഞ്ഞ് കൂട്ടുകാരികളും ജിവുവും സ്കൂളിൽ നിന്നും ഇറങ്ങിയപ്പോൾ വളരെ വൈകി. കൂട്ടുകാരികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ജിവു ഒറ്റയ്ക്കായി നടത്തും. അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവൾ ആകെ ക്ഷീണിതയായിരുന്നു. നടക്കാൻ അവൾക്ക് ആകെ മടി തോന്നി. പെട്ടെന്നാണ് അവൾ വീട്ടിലേക്കുള്ള ഷോർട്ട് കട്ട് ഓർത്തത്. അവളുടെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളുമൊക്കെയായി. ജിവു എന്തായാലും അതിലെ പോകാമെന്ന് തീരുമാനിച്ചു. നേരം സന്ധ്യയായിരുന്നു. ജിവു അതിലെ നടത്തം ആരംഭിച്ച് കുറച്ച് ചുവടുകൾ വെച്ചപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന വലിയ സിൽക്കോവ മരത്തിന്റെ അടിയിൽ എന്തോ തിളങ്ങുന്നതുപോലെ കണ്ടു. ജിവുവിന് ആകാംക്ഷയായി. അവൾ ഇലകൾ വകഞ്ഞു മാറ്റി അതെന്താണെന്ന് എടുത്തു നോക്കി. അത് ചെളിയിൽ പുതഞ്ഞു കിടന്നിരുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു ലോക്കറ്റായിരുന്നു. ആ ലോക്കറ്റിൽ പതിവില്ലാത്ത തരം കുറെ ചിഹ്നങ്ങളും കൊത്തുപണികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ ഒരു പ്രത്യേക ആകർഷണീയതയുള്ള ലോക്കറ്റായിരുന്നു അത്. ചന്ദ്രവെളിച്ചത്തിൽ ആ ലോക്കറ്റ് നോക്കിയപ്പോൾ അതിന് ജീവൻ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അവിടമാകെ നിശ്ചലമായി. ഒരു ശബ്ദവുമില്ല. അതുവരെ ഉണ്ടായിരുന്ന ചീവീടിന്റെയും ഇലകളുടെയും ഒക്കെ ശബ്ദം നിന്നു. ജിവുവിനാകെ ആശ്ചര്യമായി. ആരോ പതിയെ മൂളുന്നത് പോലെയുള്ള സ്വരം. അത് ജിവുവിന് നന്നായി കേൾക്കാം. പക്ഷെ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ ചുറ്റിലും നോക്കി. അവിടെയൊന്നും ആരുമില്ല. ആ മൂളൽ പിന്നീട് സംസാരമായി. ആരൊക്കെയോ അടക്കം പറയുന്നത് പോലെ. പക്ഷെ ഒന്നും വ്യക്തമാകുന്നില്ല. ജിവു വിളിച്ചു നോക്കി. ആരാ അത്? നീ എന്നെ കണ്ടെത്തിയല്ലേ? അങ്ങനെ ഒരു ശബ്ദം അവൾ കേട്ടു. അത് മറ്റെവിടുന്നുമായിരുന്നില്ല. അവളുടെ തലയ്ക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു. അവൾ തന്റെ കയ്യിലുള്ള ലോക്കറ്റിലേക്കൊന്ന് നോക്കി. ആ ലോക്കറ്റിലെ ചിഹ്നങ്ങൾ തിളങ്ങുന്നതായി അവൾ കണ്ടു. ആ ശബ്ദം പറഞ്ഞു, നീ എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. ഇല്ലെങ്കിൽ നിന്നെ തേടി മറ്റുള്ളവർ ഉടനെ എത്തൂ. അത് പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ജിവു നോക്കി നിൽക്കെ ആ മരങ്ങളുടെ ഇടയിൽ നിന്നും കുറേ നിഴലുകൾ അവളെ ലക്ഷ്യമാക്കി വരുന്നു. അവയുടെ കണ്ണുകൾ നീല നിറത്തിൽ തിളങ്ങുന്നുണ്ട്. വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. അവളുടെ തലയ്ക്കകത്ത് നിന്നും ശബ്ദം കേട്ടു. അവൾ പിന്നീടൊന്നും ചിന്തിച്ചില്ല. അവൾ വളരെ വേഗത്തിൽ ഓടി. പക്ഷെ ആ രൂപങ്ങൾ അവളുടെ പിന്നാലെ ശരവേഗത്തിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. ജിവു കയ്യിൽ ആ ലോക്കറ്റും തോളിൽ തന്റെ സ്കൂൾ ബാഗുമായി വേഗത്തിൽ ഓടി തന്റെ വീടിനടുത്തുള്ള മെയിൻ റോഡിൽ എത്തിച്ചേർന്നു. ജിവു നിന്ന് കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ചിന്തിച്ചു, എന്തൊക്കെയാണ് ഈ സംഭവിച്ചത്? ആ ലോക്കറ്റ് എടുത്തതും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഇനി എന്തൊക്കെയാണ് അവ വരാൻ പോകുന്നത്? ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. മുത്തശ്ശി പറഞ്ഞ കഥകളൊക്കെ സത്യമാണല്ലോ. ആ ചിന്തകളൊക്കെയായി അവൾ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു.